പ്രാർത്ഥിച്ച്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും
മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു. ഈശോയെ, കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോടെ തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം കറുത്തിരിക്കണുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണേ. ഈശോയെ, അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും. പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്, ഹൗ ടു ഡു ഉടമ്പടി എന്ന്, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്, അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടതുപോലെയാണ്. അപ്പോൾ ശിവയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റേഴ്സ് പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ
പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയും എല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, ഇതെല്ലാം ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, ഒന്ന് നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയി പോകും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഈ അൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ കൊച്ചുറാണി, ഇതെൻ്റെ മകൾ, 2ാമത്തെ മകൾ കീർത്തി, അവളുടെ ഹസ്ബൻഡ് ചാർലി, ഇത് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞിക്കൊച്ച ടെസ്സ. ഞങ്ങൾ കാരണംകോട് ഇടവകയിൽ നിന്ന് വരുന്ന എറണാകുളത്തു നിന്ന്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത് 2019 പക്ഷേ അന്ന് സിസ്റ്ററിൻ്റെ കൂടെ വന്നതായിരുന്നു. അവൾ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ബുക്കും ഉപ്പും തേനും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് 2 മെഴുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്നു. അത് വെച്ച് അടുത്ത ദിവസം തുടങ്ങി ആ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ പിന്നെയും ചിന്ത വന്നില്ല. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വരും, നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ആ ദിവസം അങ്ങനെ മാതാവിൻ്റെ കൂടെ ചിലവഴിച്ച് തിരിച്ചു പോകും. അങ്ങനെ 2024 എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 അവളുടെ കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ടും അവൾ കൺസീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും അതൊക്കെ നടത്തി. ഈ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ വീട്ടിൽ നടത്തുന്നു എന്നല്ലാണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ദിവസങ്ങളിൽ എനിക്കെന്തോ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. ഉടമ്പടി ആരോ ഉള്ളിലിരുന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ, ഉടമ്പടി എടുക്കുക. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെടുത്തുള്ളവരുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞ് മുമ്പും പറയാറുണ്ട്. പക്ഷെ അപ്പോഴാണ് എനിക്ക് അതൊന്ന് ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വന്ന് കുറേ നാളുകളുടെ ആലോചനയ്ക്ക് ശേഷം മെയ് 30 ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് 15th ഡേ എൻ്റെ മോള് കൺസീവ് ആയി എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി. അതുവരെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, വലിയ പ്രോബ്ലമൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ചെറിയ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മോള് പറയും. എൻ്റെ പേര് കീർത്തി. ഈശോ അമ്മ മാതാവ് ത്രൂ തന്ന ടെസക്കുട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അൾത്താരയിൽ ഇവിടെ സാക്ഷ്യം, ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് 1000 ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 4.5 years ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു, കൺസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുവരെ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. 4.5 years അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് 4.5 years ആയപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, നമ്മൾക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ടേ? അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് ടു ഗോ ടു എ ഡോക്ടർ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല.
ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ നമുക്കിത് സ്ക്രാപ്പ് ഓഫ് ചെയ്ത് നോക്കാം. സ്ക്രാപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരത്തി നെക്സ്റ്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്ക്രാപ്പ് ഓഫ് ചെയ്തു, ഇനി നമുക്ക് നോക്കാം, ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില, നമുക്ക് നോക്കാം, എന്നിട്ടും ഇനിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പ്രോബ്ലി നമുക്ക് IUI അല്ലെങ്കിൽ IVF-നൊക്കെ ചിന്തിക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തി ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന്. അതും നമ്മൾ ആ സമയത്തൊന്നും അതൊന്നിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഭയങ്കര വേവലാതിയും വിഷമവും, എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മി പെട്ടെന്ന് പറയുന്നത്. ഒരു ദിവസം വിളിച്ചിട്ട് മമ്മി പറഞ്ഞു എനിക്കെന്തോ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ ആരോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക. അന്ന് മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് മമ്മി എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു വരുമായിരുന്നു. അതുപോലെ ജപമാല ഞാൻ നല്ലതായിട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മമ്മി ഉടമ്പടി എടുത്ത 15th day ഐ എം ഗെറ്റിംഗ് എ ന്യൂസ് ദാറ്റ് ഐ ഹവ് കൺസീവ്ഡ്. അപ്പോൾ ഒരു രോഗം നമ്മുടെ മേത്തുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്ത് മാറും, അപ്പം നമുക്ക് കുട്ടിയുണ്ടാവും. ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാതാവ് ഇറങ്ങി വന്ന് ഈ കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് തന്നത്. സോ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡെലിവറി പെർഫെക്റ്റ്ലി എല്ലാം ഓൾ റൈറ്റാണ്. ബേബി ഹെൽത്തി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എഗെയിൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേ. മമ്മി അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക, ചിലപ്പോൾ മാതാവ് അതിന് വേണ്ടിയായിരിക്കും, ഉടമ്പടി എടുക്കുക. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അത് പറ്റുമോ. നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാരാണ്. പക്ഷേ എന്നാലും ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എടുത്തു കഴിഞ്ഞിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അസുഖം വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ ആൾക്കാർ അത് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ, ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നാട്ടിൽ വായോ, ചില ആൾക്കാർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്ക്, ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ പേര് കിട്ടി. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എല്ലാവരും പറഞ്ഞു നല്ല ഡോക്ടറാണ്, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു രാവിലെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ എല്ലാവരും മനസ്സിലാ ഡോക്ടറിൻ്റെ പേര് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ജസ്റ്റ് അച്ഛൻ ടോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം ഞങ്ങളുടെ ആൽഫ്രെസ്കോ, ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആൽഫ്രെസ്കോയിൽ മാതാവിൻ്റെ ഒരു റെയിൻബോ വന്നു. അത് കഴിഞ്ഞ് അച്ഛൻ കറക്റ്റ് ടോക്ക് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ടി വിയിൽ അച്ഛൻ്റെ ടോക്ക് കറക്റ്റ് കഴിഞ്ഞ ആ സമയത്ത് ആ റെയിൻബോ അപ്രത്യക്ഷമായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എ ഗ്രീൻ സിഗ്നൽ ഫ്രം മദർ മേരി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മദർ മേരി ഗ്രീൻ സിഗ്നൽ തന്നു, ലെറ്റ്സ് ഗോ. ആൻഡ് ട്രസ്റ്റ് മീ ആ എൻറ്റയർ പ്രോസസ്സ് ഒരു 4 to 6 months ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് പോയെന്ന്. എനിക്ക് സത്യം സമയം കിട്ടും. ഐ വാസ് ബിസി വിത്ത് ടെസ. പക്ഷേ എനിക്കറിയത്തില്ല അമ്മ മാതാവ് എന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് അമ്മ മാതാവ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാനാണെങ്കിൽ 1000 അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈ ഫുൾ ജേർണിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അമ്മ മാതാവിനും ഈ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 കോടാനുകോടി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് ബ്രിസ്ബെയിനിൽ ഒരു കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കൃപാസനം റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൺ ഓഫ് ദ ലീഡറാണ് ആ ഗ്രൂപ്പിൻ്റെ. അതുപോലെ പത്രം കൊടുക്കലാണെങ്കിലും ഞങ്ങൾ മെയിൻലി മലയാളികൾക്കൊന്നും പത്രം കൊടുക്കാറില്ല. അവിടെ ഞങ്ങൾ മെയിൻലി ഇംഗ്ലീഷുകാരെ നോക്കും, അവർക്ക് പത്രം കൊടുക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ടെസ്റ്റിമോണീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് ബോധ്യം വരുത്തിയിട്ടേ നമ്മൾ പത്രം കൊടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കും അവരോട്. അവർ അത്രയും ഹാപ്പിയാണ്. എന്താണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഹാപ്പിയാണ്. അത് റിസീവിങ് എൻഡിലത്തെ ആൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഫുൾ നിന്ന് അത് കേട്ട്
താങ്ക് യു പറഞ്ഞിട്ടാണ് പത്രം വാങ്ങിക്കാറ്. അതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു എൽഡോസ് എന്ന് പറഞ്ഞിട്ടൊരു സദനമുണ്ട്. അവിടെ വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാ മാസം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിയർ ബൈ ആൾക്കാർക്ക്, ഫ്രണ്ട്സിന്, ഫാമിലീസിന്, നമുക്ക് അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ബാക്കി മമ്മി പറയും. പിന്നെ ഞങ്ങൾ നാഗ്പൂരിലായിരുന്നു. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തിപ്പം. അപ്പം അവിടെ വെച്ച് കുറച്ച് ഹസ്ബൻഡും ഞാനും അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം ആ സമയത്ത് കുറേ പ്ലോട്ടുകൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ നോക്കാനും പിടിക്കാനും ആരും റിലേറ്റീവ്സും ആരുമില്ല. അപ്പം അതിങ്ങനെ അന്യാധീനപ്പെട്ട പോലെ കിടക്കുക. ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനെ വെച്ചു, ഏജൻസിനെ വെച്ചു, ഒക്കെ നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗം ഞാൻ അതായിരുന്നു വെച്ചേ, എൻ്റെ മാതാവേ, മക്കൾക്ക് അർഹതപ്പെട്ടത് അന്യാധീനപ്പെട്ട ഉപാധി അവർക്ക് കിട്ടണേ, അതിനുവേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തു. 90 ദിവസം ആയില്ല. അതിൻ്റെ മുമ്പേ ഞാൻ മൂത്തമോളുടെ കൂടെ US-ലായിരുന്നു. ആ നാഗ്പൂരിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തേക്കാം, മേഡം ഇങ്ങനെ പ്ലോട്ട് ഉണ്ടല്ലോ, ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാണ് എന്താണ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ, അത്ര നാളും ഫെൻസിങ് ഒക്കെ ചെയ്ത് ആ ഇത് വയ്ക്കില്ല, പ്ലോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ആ ബോർഡൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും വിളിച്ചില്ല. ഈ തല്ലി തകർന്ന പ്ലോട്ടിൽ മണ്ണ് പറ്റിക്കിടന്ന് അതിൽ നിന്ന് നമ്പർ കിട്ടി. അയാൾ വിളിച്ച് വേറൊരാൾ മത്സരബുദ്ധിയോടെ അതിനുവേണ്ടി തർക്കിച്ച് അങ്ങനെയൊക്കെ ആയി. ഞാൻ നാട്ടിലെത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻസിൻ്റെയോ വേറെയോ ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ കൂളായിട്ട് ആ പ്ലോട്ട് വിറ്റ് പൈസ മുഴുവൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് അമ്മ ചെന്ന് ഒരുക്കി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് നൈബറുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ഹസ്ബൻഡ്സ് കൂടി ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ ഒരുമിച്ചായിരുന്നു അത് കിടന്നേ, ഡിവൈഡ് ചെയ്യാതെ. അത് ഞങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ അവരത് തിരിച്ച് കെട്ടി. അതിലെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് തുറന്നു പറയാതെ ഒരു കേസിനും അതിനൊക്കെ പോയി. അങ്ങനെ അതും കുറേ കാലമായിട്ട് കിടന്ന് വിഷമിക്കുകയായിരുന്നു. ഈ ഉടമ്പടിയിലെ ഒരു നിയോഗം ഞാൻ അതാ വെച്ചത്. നൈബേഴ്സായിട്ടുള്ള പിണക്കം അത്ര ഒരു സുഖമില്ലാത്തതായതുകൊണ്ട് മാത്രമല്ല, ബൈബിള് ഞാൻ എപ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാലും അയൽപ്പക്കക്കാരനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ വെളിച്ചത്തിൽ ഞാനും അവരുമായിട്ടൊന്ന് രമ്യതയാവാൻ നോക്കി. അങ്ങനെ ഇപ്പോൾ സെറ്റിൽമെൻ്റ് ആയതിൻ്റെ 2 പേരും സമ്മതിച്ചു. മതിൽ പൊളിച്ചത് കറക്റ്റ് ചെയ്യാമെന്നുള്ള അതിലും വന്നു. അപ്പോൾ അതും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അതിനും വേണം. അങ്ങനെ മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക്, ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. 1000 നന്ദി, സ്തുതി. കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടിലുള്ള ആളുകൾക്ക് അങ്ങനെ ക്യാൻസറോ അങ്ങനെ മാരകമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. മക്കൾ അവരുടെ ഓസ്ട്രേലിയയിൽ ചെയ്യും, ഞാനിവിടെ കാരണം കൊടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പള്ളി വഴിയും കൊടുക്കും. പള്ളിയിലേക്ക് ഓരോ ഫണ്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു പതിവായിട്ട് ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളറിയുന്ന നമ്മുടെ സർവൻസ് ആണെങ്കിലും റിലേറ്റീവ്സിൽ അത്യാവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെ ആരുടെ ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഇതിൽ നോട്ടീസിൽ പെട്ടാൽ അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. വൃദ്ധസദനങ്ങളിലും ശിശുഭവനുകളിലൊക്കെ ഒരു 2-3 മാസമാകുമ്പോൾ ആ ഒരു നിയോഗം വെച്ച് ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ ആയിട്ട് ചെയ്യുന്നു. നന്ദി, യേശുവേ സ്തുതി. ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഷിബു ചെറിയാൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവക അംഗമാണ്. ഇതെൻ്റെ വൈഫ് രമ്യ. ഞാൻ 2025 ഏപ്രിൽ 29 തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ബന്ധുക്കളിൽ നിന്ന് അറിഞ്ഞാണ് ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും 2019 മുതൽ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞാനിത് 2 പ്രാവശ്യം ഉടമ്പടി അത് കഴിഞ്ഞ് പുതുക്കിയിട്ടുണ്ട്. എനിക്ക് ഉടമ്പടിയിൽ നിയോഗമായി വെച്ചതിൽ ആദ്യമായി ലഭിച്ച അനുഗ്രഹം എൻ്റെ രോഗസൗഖ്യമാണ്. 2024 ജൂലൈ ലാസ്റ്റ് വീക്കിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടാവുകയും ആ പനിക്ക് ശേഷം എൻ്റെ സ്മെല്ലും ടേസ്റ്റും പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. 3 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണുകയും പല വിധത്തിലുള്ള നേസൽ സ്പ്രേസും പല മെഡിസിൻസും ഞാൻ ടാബ്ലറ്റ്സും യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടായില്ല. ഞാൻ അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം
മരുന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലും വിശുദ്ധ തൈലം ഞാൻ എൻ്റെ നാവിലും മൂക്കിലും പുരട്ടുകയും വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1 മാസത്തോളം ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി എൻ്റെ സ്മെല്ലും നെയ്സും നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ ലഭിച്ചു. ഇത് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ ഞാൻ യാചിച്ച് നേടിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ജപമാല റാലിയിലൂടെ 2025 ഒക്ടോബർ മാസം നടന്ന ജപമാല റാലിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. 2022 ഒക്ടോബറിൽ എൻ്റെ വൈഫിന് UK നേഴ്സായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് 8 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ കൊടുക്കുകയും 1 വർഷം വരെ കാത്തിരുന്നിട്ടും ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് തവണ പണം തിരികെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഈ വ്യക്തി ബേസിക്കലി ഒരു മലയാളിയാണെങ്കിലും ഇപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസനാണ്. അതിനാൽ ഞങ്ങൾക്ക് കേസ് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും ലഭിക്കാറില്ല. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ തിരികെ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം ഒക്ടോബർ മാസത്തെ ഒരു ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ പണം ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ സമർപ്പിച്ച് ഈ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അതിനുശേഷം ജപമാല റാലിയിൽ നിയോഗത്തിൽ പ്രത്യേക എഴുതി സമർപ്പിക്കുകയും അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ എഴുതുകയും ചെയ്തു, ഇതെന്നെക്കൊണ്ട് അസാധ്യമായ കാര്യമാണെന്ന്. പക്ഷെ അവിടെയാണ് മാതാവിൻ്റെ ഇടപെടലുണ്ടായത്. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് തിരികെ ഈ കൃപാസനത്തിലൂടെ വാതിൽക്കൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ, ഇതിന് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതിരുന്ന കേസാണ്, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ട പണം പൂർണ്ണമായും ഞങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസും കാര്യമെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ മാതാവ് എനിക്ക് വലിയ 2 അനുഗ്രഹങ്ങളാണ് നൽകിയത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ 4 വർഷത്തോളമായി വിശുദ്ധ കുർബാന മുടക്കാറില്ല. വിശുദ്ധ കുർബാനയെ അതിയായി സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാറില്ല. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാനും, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങുകയും ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായി ബൈബിൾ വായിക്കാറുണ്ട്. ഏതെങ്കിലും ദിവസം ബൈബിൾ വായന മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം അറിയാവുന്ന വചനങ്ങളും ചില സങ്കീർത്തനങ്ങളും ഒക്കെ ഞാൻ ഏറ്റു ചൊല്ലാറുണ്ട് പലതവണ. എനിക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി വിശുദ്ധ വസ്തുക്കളിലുള്ള കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ഭയം എന്ന കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തു. ഏത് കാര്യത്തിനും മാതാവ് ഈശോയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ഇച്ചിരി കാലതാമസങ്ങളുണ്ടായാലും ഏതൊരു കാര്യങ്ങളും മാതാവിൻ്റെ മധ്യസ്ഥയാൽ നമ്മൾ സമർപ്പിച്ചാൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന ഒരു ബോധ്യമുണ്ടായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ 6 കെട്ട് പത്രം വീതം മേടിച്ച് ബസ് സ്റ്റോപ്പിലും ഫുട്പാത്തിലും ഒക്കെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റു വ്യക്തികൾക്ക് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രെയർ എല്ലാ ദിവസവും പങ്കെടുക്കുകയും വാട്സപ്പ് വഴി ഞാൻ 125 പേർക്കോളം ഡെയിലി ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളതും അർഹതപ്പെട്ടവരുമായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഞാൻ സാമ്പത്തികമായും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് നൽകാറുണ്ട്. നിർധനരായ കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു ആശ്രമത്തിൽ എന്നാൽ കഴിയും വിധം ഫുഡും അവർക്ക് വേണ്ടിയ സാധനങ്ങളും ഞാൻ മേടിച്ച് നൽകുന്നുണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ എന്നാൽ കഴിയും വിധം ഉള്ള ഫുഡും കാര്യങ്ങളും മേടിച്ച് നൽകുകയും അവിടെയുള്ള ഓരോ വ്യക്തികളെയും ഞാൻ സമീപത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നാമത്തിന് സ്തുതി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത് പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ചു പറയുകയും, അപ്പോൾ ചേച്ചി കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം, ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും
12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും, എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്, ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക, ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്നൊരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്, ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്നതെല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിന് സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല, അത്രയേറെ മാസ് അബ്ഡോമിനലുള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യുകയും പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ഇത് ചെയ്യണം, എത്ര നാളത്തോട്ട് അതിന് റിക്കവറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു, ഡേറ്റ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് വീണ്ടും പറയുകയും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് 4 മണിക്കൂർ മാറി ഉള്ള സ്ഥലത്താണ് സർജറിക്ക് പോകേണ്ടത്. അപ്പോൾ പിള്ളേരെ ഞങ്ങൾക്ക് 18, 17, 13 വയസ്സുള്ള പിള്ളേരാണ്, പിള്ളേരെ എവിടെയാക്കുമെന്നൊരു വിഷമമുണ്ട്. മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറയുകയും എല്ലാ വിസയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉടമ്പടിയുടെ തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനാ പുസ്തകവും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റ് കിട്ടിയില്ല, സർജറിക്കുള്ള ഡേറ്റ് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഓഗസ്റ്റ് 2024 പകുതിയോടെയാണ് ഡയഗ്നോസ്റ്റിക് ടാപ്പ് ചെയ്തത്. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു. ഇത് പെട്ടെന്ന് ഒരു ഫുൾ കോഴ്സ് 12 കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, മാതാവെ രക്ഷിക്കണേന്ന് എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചേച്ചി വന്നതിന് ശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തുവന്ന് അവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിനാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖം ആണല്ലോ എന്നോർത്ത് ഞാനും ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു ദിവസം ആ ആഴ്ച തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുഗന്ധം തൈലത്തിന് മണം വരികയും എപ്പോഴും എനിക്ക് ഡോക്ടറുടെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് പറയും, ചേച്ചി വന്നു, ചേച്ചിക്ക് ആകെ മാക്സിമം 4 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കാനുള്ളൂ, അതിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പിന്നെയും അവതാളത്തിലാവുകയെന്ന് പറയുകയും അപ്പം തന്നെ ഒരു
പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഫോൺ വരികയും രാത്രി 9 മണിയായിരുന്നു. രാത്രി 9 മണിക്കൊന്നും നമ്മളാരും ഇത് കൺസൾട്ടേഷൻ ഡോക്ടർ വിളിക്കണമെന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അത് കൺസൾട്ടേഷൻ ഡോക്ടറായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയിലോട്ട് ഡേറ്റ് തരികയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവ് എല്ലാവർക്കും ഈ ഒക്ടോബർ 1-ാം തീയതിയോടെ എന്തോ ഒരു വിഷമം, എനിക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയും തരാമോ, അടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ഒരു ഫോൺ കോളും കൂടി വന്നു. ഒരു 30 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് സർജറി വേണം, അതുകൊണ്ട് അത് എൻ്റെ കേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ട് ആ ഡേറ്റ് അവർക്ക് കൊടുക്കുവാണ്. ഒക്ടോബർ 10-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും ഞങ്ങൾ തൈലം പൂശുകയും ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി മുഴുവൻ നേരവും മക്കളോട് കൂടി ഉണ്ടായിരിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം 1500 കേസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ചെയ്തത്. ഒരു 18 പീസോളം അബ്ഡോമിനിൽ നിന്ന് അവർ ക്യാൻസർ സെൽസ് എന്ന് തോന്നിയ ഭാഗങ്ങൾ മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരവും ഞങ്ങളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചു ഇത് ക്യാൻസർ ഇനി ഉണ്ടാവില്ല, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും, മാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആ റിസൾട്ട് വന്ന് ഡോക്ടർ സർജറി കഴിഞ്ഞ് റിസൾട്ട് പറയാൻ വേണ്ടി വന്നത് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഒരു സെല്ല് പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല. എല്ലാം നോ എവിഡൻസ് ഓഫ് ക്യാൻസറസ് സെൽസ് ഓഫ് 18 പീസസ്, അതാണ് റിസൾട്ട് വന്നത്. അതോടൊപ്പം തന്നെ മാതാവിന് ഞാൻ ദർശിക്കുന്ന മാതിരി ഒരു അനുഭവം. ഈ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് അവരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. മയങ്ങി പോകുമ്പോൾ വേറെ ഒന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള കുറച്ച് സാധനങ്ങളും ഒരു നീല കളറും മാത്രം എനിക്ക് കാണാം. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. അതിനുള്ള അനസ്തേഷ്യയൊക്കെ തന്ന അതിനുള്ള ഒന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൃപാസന മാതാവ് എന്നോടൊപ്പം ആയിരുന്നതാണ്, എന്നെ കാത്തു പരിപാലിക്കുന്നതാണ്. അതുപോലെ സർജറിക്ക് കയറിയപ്പോൾ മാതാവിൻ്റെ കൊന്തയും മാതാവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് ഉടമ്പടി വെച്ച കാശുരൂപവും എല്ലാം കൂടെ കൊണ്ടുപോകാനും മാതാവ് ഓരോ നിമിഷവും ആദ്യത്തെ സർജറിയിൽ ചെയ്തിരുന്ന കൊളോസ്റ്റമി റിവേഴ്സ് ചെയ്യാനും എല്ലാം ഡോക്ടർ 12 മണിക്കൂറോളം അവരെ സഹായിച്ച് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തി തന്നു. അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പാർട്ട് ടൈം കയറാൻ തുടങ്ങി. ഇപ്പം ഫുൾ ടൈം ജോലിയാണ്. അങ്ങനെ ദൈവനാമത്തിന് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. എന്നെ കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. കൊന്ത ചെല്ലാറുണ്ട്, 25 കൊന്ത ചൊല്ലി ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഈ മാതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കൃപാസന മാതാവ് എന്നെ കൈവിട്ടില്ല, മാതാവിൻ്റെ കൂടെ തന്നെ വന്നു ചേച്ചിയിലൂടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും വളരെയേറെ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്തത് ദാനധർമ്മം ചെയ്യുകയും രോഗികളോട് യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവരുടെ വിചാരം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയില്ല. അപ്പോൾ യേശുവിലാണ് വിശ്വാസം. യേശുവാണ് എൻ്റെ ദൈവം, മാതാവാണ് എൻ്റെ. ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, കൊന്ത കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അന്നേരം എല്ലാം അവർ മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയും അവർ നമ്മളോടൊപ്പം തന്നെ മാതാവിൽ വിശ്വസിക്കുകയും ചെയ്യും. അവർക്കും അത് ഒരു അനുഭവമായിരുന്നു. അവരുടെ ദുഃഖങ്ങളിലും ഇത് ചെയ്തു. പിള്ളേർക്കാണേലും വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിക്കാനായിട്ട് സഹായിച്ചു. പിന്നീട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്നെ വന്ന് നോക്കിയ ചേച്ചിക്ക് ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ മാതാവും അതും എല്ലാം ഒരു കുഴപ്പമില്ലാതെ അവളും എൻ്റെയോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. 2 വർഷത്തിനുള്ളിൽ 2 അനുഭവങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്നു. ദൈവകുമാരന് നന്ദി, മാതാവിന് നന്ദി. ഈ പുണ്യാൾത്താരയിൽ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ വീട് അങ്കമാലി കിടങ്ങൂർ ഇൻഫന്റ് ജീസസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിസ ബേബിച്ചൻ. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു സ്കാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കീമോ ചെയ്താലും ഞാനൊക്കെ സ്റ്റേണായിരുന്നു. പെട്ടെന്ന് ക്യൂറായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. എല്ലാത്തിനും അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൊടാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അൻസു എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്.
7 വർഷത്തിന് മുന്നേ ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ നാട്ടിലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ പിതാവുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കി ഞാൻ 7 വർഷത്തോളം നാട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളും സാമ്പത്തികവും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് വന്ന ആ ഒരു ജോലിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഞാനും ആഗ്രഹിച്ചു എനിക്കും തിരിച്ച് ജോലിയിലേക്ക് പോകണം എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു OET പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ OET 2024 പഠിക്കാൻ തുടങ്ങി. OET പഠിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ സമയമായപ്പോഴേക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും അവർ നിർത്തിവെച്ചു. അപ്പം ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അമ്മ എവിടെയാണോ എന്നെ വിടാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് വേണം എനിക്ക് പോകാനായിട്ട്. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥലം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പോകുമ്പം ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോകുമ്പം എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ OET ഒക്കെ കഴിഞ്ഞ് റിക്രൂട്ട്മെൻ്റ് എല്ലാം നിർത്തി ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ബെൽജിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അവിടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ പോയപ്പം 2 കുട്ടികളെ കണ്ടു. അവർ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വഴി ബെൽജിയത്തിൽ വന്ന പിള്ളേരാണ്. അപ്പോൾ അവരെ കണ്ട് അവരോട് സംസാരിച്ചു. അപ്പം ഈ വർഷം അവിടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും, അപ്പം നീ അത് അവരുടെ സൈറ്റിൽ ODPCയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും വരുന്നില്ല, അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ സൈറ്റിൽ വെറുതെ നോക്കിയപ്പം ഇങ്ങനെ ഒരു ബെൽജിയം റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. അവിടെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു, കൊടുത്തു. പക്ഷേ എന്താവും അതിൻ്റെ ബാക്കി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു മെയിൽ വന്നു, എന്തോ അത് റിജക്ഷനായി എന്നും പറഞ്ഞിട്ട്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു, സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം എൻ്റെ റിജക്റ്റായി. അപ്പോൾ റിജക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് എനിക്കത് പെട്ടെന്ന് റിജക്റ്റായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ റൂമിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ മെയിൽ അയച്ചു, റിജക്റ്റായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിൽ നീ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഒരു നമ്പർ അയച്ചു, അത് ആരുടെ നമ്പറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഒരു മാമാണ് ഫോൺ എടുത്തത്. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും കൂടെ ഒരു കാര്യം ചെയ്യ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൽ ചെയ്യ്, എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ബെൽജിയത്തിലുള്ള അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മെയിൽ അയച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആ മെയിൽ അയച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും മെയിൽ വന്നു, സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് 45 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമായിരുന്നു. ആ ടെസ്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനത് 40 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം മെയിൽ വന്നു, ആ ടെസ്റ്റ് ഞാൻ പാസ്സായി എന്ന് മെയിൽ വന്നു. അതിനുശേഷം എനിക്ക് ഓൺലൈൻ ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ 800 പേരുടെയോളം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ നിന്ന് അവർക്ക് 73 പേരെ മതിയായിരുന്നു. അപ്പം അതിലൊരാളാകാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഉപ്പ് വിതറി, ഞാൻ അതിലിരുന്നു, കയ്യിൽ കാശ് രൂപവും ഉപ്പും പിടിച്ചു, നാക്കിൽ ഞാൻ എണ്ണ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചു. എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നൊന്നും തോന്നിയില്ല. കാരണം ഞാനല്ല അവിടെ ഒന്നും പറഞ്ഞത്, പരിശുദ്ധ അമ്മയാണ് അതെല്ലാം അവർക്ക് വേണ്ടതൊക്കെ എൻ്റെ നാവിൽ കൂടി പറഞ്ഞത്.
അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫൈനലല്ല, ഇനിയുണ്ട് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ 2-3 ഇൻ്റർവ്യൂസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും കാശുരൂപവും ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞ് എനിക്ക് എത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് എനിക്ക് കോട്ടയത്തൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം 7 വർഷത്തെ ഗ്യാപ്പായതുകൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ അവർ പറയുന്നത് ഗ്യാപ്പ് പറ്റില്ല, 1 വർഷമൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ലൂർദിൽ ജോലി ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ അവിടെ ജോലി ചെയ്തു. ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴും ബെൽജിയത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെത്തി. നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അസസ്മെൻറ്റും പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉണ്ടായിരുന്നു നഴ്സിങ്ങിൻ്റെ. അങ്ങനെ ആ ടെസ്റ്റൊക്കെ പാസ്സായി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു കഴിവുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ അമ്മയാണ് അതെല്ലാം അവിടെ വന്ന് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു അവിടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. അതിനകടയിലും ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അതൊക്കെ നേരിടാൻ പറ്റി. പരീക്ഷ പാസ്സായി. ഇപ്പം ടിക്കറ്റും വിസയും വന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റും വിസയും. അടുത്ത മാസം ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 73 പേരുണ്ട്, ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമായിരുന്നു. അപ്പം എനിക്കത് പല കാരണങ്ങൾ, കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ടും എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണവും ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊരു ID കാർഡ് വേണമായിരുന്നു, ഞങ്ങളുടെ ഹൈദരാബാദിൽ നിന്നുള്ള. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പം ഒരു മെയിൽ വന്നു. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കും എന്തൊക്കെയോ ഈ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയതിൻ്റെയും വ്യത്യാസം കൊണ്ട് അത് ഹോൾഡായി കിടക്കും, അത് കിട്ടാനായിട്ട് പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 1ാമത്തെ നിയോഗം എൻ്റെ ആ NOCയും എൻ്റെ ആ NUID അത് രണ്ടും കിട്ടണം എന്നായിരുന്നു. എനിക്ക് ഈ 13-ാം തീയതി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എനിക്ക് പോകണം, അതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ NUID വീണ്ടും അപ്ലൈ ചെയ്തു. 1.5 മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് എന്തോ ഇഷ്യൂസാണ്, ഏജൻറ്റുമാർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പം വേറെ ആരെയും ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരു ഏജൻറ്റിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു 45 ദിവസം എടുക്കും ഇത് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ബെൽജിയത്തിൽ നിന്നുള്ള അവരുടെ മെയിൽ വരുന്നു. അവരുടെ ഒരു സൈറ്റുണ്ട്, അതിൽ ഒക്ടോബർ 31 മുന്നേ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനി എന്നെ ചെയ്യുന്നത് അറിയില്ല. അയാൾ പറയുന്നത് 45 ദിവസം എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഏത് ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ വിശ്വാസപ്രമാണമാണ് കൂടുതലും ചൊല്ലുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതിനോടൊപ്പം ചൊല്ലും. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. 45 ദിവസം എന്ന് പറഞ്ഞ സാധനം ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടി കയ്യിൽ. അതിനുശേഷം എനിക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പോയാലും 1 മാസം എടുക്കും, അത് അല്ലാണ്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ ഒക്ടോബർ 31 ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്കിങ്ങനെ ഒരു പെൻഡിങ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോൾ അത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പം നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു സബ്മിറ്റ് ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ എനിക്കറിയില്ല എന്നാന്ന്, പക്ഷെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മ ഒരു ഡേറ്റ് പറയുവാണെങ്കിൽ ആ ഡേറ്റ് എനിക്ക് പറയാമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നെ തോന്നിപ്പിച്ചത് നവംബർ 15 നീ പറ, 15-നുള്ളിൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ് എനിക്ക് തോന്നിച്ചത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നവംബർ 15 ഞാൻ 15 മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ഏജൻറ്റ് പറയുന്നത് 1 മാസമെന്ന്. അങ്ങനെ നോക്കുമ്പം ഇത് കിട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ 1 മാസമെന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് 4 ദിവസം കൊണ്ട് അദ്ദേഹം എനിക്ക് നേടിത്തന്നു.
അങ്ങനെ ആ 4 ദിവസം കൊണ്ട് ആ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർ പോയി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ റിന്യൂ ചെയ്തു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം അവിടെ ഇരുന്ന് സാറ് പറഞ്ഞു 1 മാസം എടുക്കുമെന്ന്. അപ്പം നവംബർ 4-നാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ നോക്കുമ്പോൾ ഡിസംബർ 4 അപ്പോൾ എനിക്ക് 15-ാം തീയതിയിലേക്ക് പറ്റുകയില്ല. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണം, എനിക്കിവിടെ വന്ന് എല്ലാവരോടും ഈ അത്ഭുതത്തെ പറയണം, അതിനുവേണ്ടി അമ്മ എനിക്കത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നവംബർ 14-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വന്നു. അതെൻ്റെ ആ 1 മാസം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് 10 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലെത്തിയത്. അങ്ങനെ ഞാൻ 14-ാം തീയതി തന്നെ, 15-ന് മുന്നേ ആയിട്ട് 14-ാം തീയതി തന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്നു. അപ്പം വിസയും ടിക്കറ്റും ഒക്കെ വന്നു. അടുത്ത മാസം പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അതിയായി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ ആയപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു, ചുമ പിടിച്ചു, എനിക്ക് കാലിന് മുട്ടുവേദനയും നടുവേദനയും നേരത്തെ മുതലേ ഉള്ളതാണ്, ഡിസ്കിന് അകലിച്ച അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാനൊരു കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ടിനകത്ത് നല്ല വേദനയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെ നടക്കും ഇത്രയും ദൂരം. എന്നാലും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് പോകാനായതുകൊണ്ട് ഞങ്ങൾ നോമ്പൊക്കെ എടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ചയോളം എനിക്ക് പനിയും കാലുവേദന. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മുട്ടിന് ഭയങ്കര വേദന, ഒരടി പോലും നടക്കാൻ വയ്യ. പിന്നെ 2 ദിവസമേ ഉള്ളൂ റാലിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, എനിക്കിതിന് പോകണം, ഒരു തടസ്സവും വരുത്തല്ല്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പോരാനായിട്ട് വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു, എറണാകുളത്തു നിന്ന്. അപ്പോൾ പോരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മുട്ടിൽ തേച്ചു. താഴെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴും നല്ല വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഹോസ്റ്റലിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങിയതും ആ വേദന എവിടെ പോയിന്ന് എനിക്കിന്നും അറിയില്ല. ആ അമ്മ എൻ്റെ ആ വേദന അത് പാടെ എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ആ റാലിയിൽ ഞങ്ങൾ മുഴുവൻ സംബന്ധിച്ചു, അർത്തുങ്ക പള്ളി വരെ പോയി. അങ്ങനെ അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി. അപ്പം നിങ്ങളും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതി വെച്ചിട്ട് നിങ്ങളെന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം, ഞാൻ പേപ്പറിൽ ഡേറ്റ് ഇട്ട് ഓരോ വിഷയങ്ങൾ എഴുതി എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന ബുക്കിൽ വെക്കും. ആ വിഷയങ്ങളൊക്കെ എനിക്ക് മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ ടിക്കിട്ട് വെക്കും, അടുത്ത പേപ്പർ എടുക്കും. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ആ പേപ്പറെല്ലാം ഇവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവരോടും പറയും നിങ്ങളും അതുപോലെ ചെയ്യണം. ഇങ്ങനെ പത്രം വെച്ചിട്ട് പത്രത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും നടക്കും. കാരണം ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ അമ്മ ഒരു നല്ലൊരു വിശ്വാസിയാണ്, ദൈവത്തിനോട് മാതാവിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്തു. ആത്മീയമായിട്ട് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചാപ്പലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെയും വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പം പറ്റുന്ന പോലെ രാവിലെയോ വൈകിട്ടോ ആയിട്ട് കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും. പിന്നെ രോഗികൾക്കൊക്കെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും, ഭക്ഷണ പൊതികൾ കൊടുക്കും, പത്രങ്ങൾ എല്ലായിടത്തും പോയി ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ദൈവം മാതാവിലൂടെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കും. എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയാണ്. നന്ദിയിലപ്പുറം ഞാൻ ഈ ജന്മം മുഴുവനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞാൻ കടപ്പെട്ടവളാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഫെബ്രുവരിയിലാണ്. എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫെബ്രുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്കൊരു അപൂർവമായൊരു അസുഖത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്ത് അസുഖമാണെന്നും അറിയില്ല, അതിന് മരുന്നുമില്ല. പക്ഷേ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി, എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ പറയണേന്ന് അറിയണില്ല, എന്താ ചെയ്യണേന്ന് അറിയില്ല, ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കില്ലായിരുന്നു. ഒരു മെഡിസിൻ 22 കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല.
അതുപോലെ ഉമിനീര് വന്നതും ഒക്കെ തുപ്പിക്കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. എന്താണ് അസുഖം എന്ന് ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ 22 കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി, ഭക്ഷണം കഴിക്കാതെയായി. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല, ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനെ നമുക്ക് അന്നായിരുന്നു അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, കൃപാസനത്തിൽ അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, ഇനി അവസാന വഴി അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞു വിടണത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇരട്ട സഹോദരിയാണ്. ഒരുപോലെയാണ് ഇവർ, ഒരേ വയസ്സും ഒരേ പ്രായവും 5 മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ. വല്യമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയണത് ഉടമ്പടി എടുത്തവർക്കേ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ ഇവിടെ അമ്മയുടെ മുമ്പിൽ നടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അമ്മ മറിഞ്ഞ് വീണു. അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോന്ന് ഇറങ്ങിപ്പോയ പോലെ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ അമ്മ പറയണേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ണീരോടെ ഞങ്ങളുടെ കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കാര്യം അവസാന വഴിയാണ് അമ്മയെടുത്ത്, ഇനി വേറെ പോകാൻ സ്ഥലമോ മരുന്നോ ഒന്നുമില്ല. ആ മരുന്ന് കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്തിൽ റിയാക്ട് ചെയ്യാതെയായി. കാര്യം അത് കഴിച്ച് ആ മരുന്നും ശരീരത്തിൽ പിടിക്കാതെയായി. വേറെ മെഡിസിനും ഇല്ല, ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പൊതി ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വല്യമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഒരു പൊതി ചോറും കൂടി എടുക്കാം നമുക്ക്, പോണ വഴിക്ക് ചിലപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി ചോറ് കയ്യെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി ഒരു വഴിവക്കിലൊരു സൈഡിലിരുന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണുണ്ട് നല്ലോണം, എനിക്ക് ചോറ് താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ആ ചോറ് പൊതി അഴിച്ച് അമ്മയുടെ കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ ആ ചോറ് വേഗം വാരി കൈ നിറച്ചും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ ആ ചോറ് വാരി കഴിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം അത്ര അമ്മ അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണത് ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അത്രയും നാൾ കൂടിയിട്ട്, ഇത്ര വർഷങ്ങൾ കൂടിയിട്ട് അമ്മ ചോറും പൊതി വാരി നല്ലോണം ആസ്വദിച്ച് കഴിക്കണുണ്ടപ്പോൾ എനിക്ക് എന്താ അത്ഭുതം നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 22 2025 ഉടമ്പടി എടുത്തത്. ഉടമ്പടി കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്തു പോന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അമ്മ അപ്പോഴും ഈ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഇപ്പം കഴിക്കാം. അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഒക്ടോബർ 1 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉമിനീര് അമ്മ ഇങ്ങനെ അപ്പോഴും തുപ്പുന്നുണ്ടായിരുന്നു. ഉമിനീര് തുപ്പുന്നത് അമ്മ അപ്പോഴും അമ്മയ്ക്കത് മാറിയിട്ടുണ്ട്. കാര്യം അപ്പം അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കിയ അമ്മ മരിച്ചു പോകും. അമ്മയ്ക്ക് അങ്ങനത്തെ എന്തോ പൈശാചികമായ ദോഷങ്ങൾ കൊണ്ടാണോ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രോഗം, അപൂർവമായൊരു രോഗം എന്നും അറിയില്ല. പക്ഷെ അമ്മ പറയണ ആ ഉമിനീര് ഇറക്കിയ അമ്മ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അമ്മ ഒന്ന് ഇറക്കി നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ഇറക്കിയപ്പോൾ അമ്മ പെട്ടെന്ന് ശരീരമൊക്കെ വിറച്ച് അമ്മ നിലത്ത് വീണു. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്, അമ്മ മനഃപൂർവ്വം അല്ല, അത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തതെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തു അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വേണമെന്ന് മനസ്സിൽ ശക്തമായ തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബർ 3 ഇവിടെ വന്നു. എല്ലാം ഞങ്ങൾക്ക് അച്ഛൻ്റെ കാണാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടന്നു. കറക്റ്റ് അച്ഛന് ഞങ്ങൾ 3 ഇവിടെ വന്ന് അമ്മേനെ ആ സൈഡിൽ അവിടെ ഇരുത്തി. അമ്മയുടെ ഊഴ ആയപ്പോഴേക്കും അച്ഛൻ കൃത്യം
അമ്മയുടെ തൊണ്ടയിൽ 3 കുരിശ് വരച്ചു. എങ്ങനെയാണ് അച്ഛന് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ അസുഖം എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ എൻ്റെ അമ്മയുടെ തൊണ്ട നോക്കി 3 കുരിശ് തൊണ്ടയിൽ വരച്ചു. ആ ക്ഷണനേരം തന്നെ അമ്മ അമ്മയുടെ വായിൽ വരുന്ന ഉമിനീര് അമ്മ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഈ നിമിഷം വരെ അമ്മ തുപ്പിയിട്ടില്ല. വായിലുള്ള ഉമിനീരൊന്നും അമ്മ തുപ്പിക്കളഞ്ഞിട്ടില്ല. അത് മുഴുവൻ ഇറക്കുക ചെയ്യണത്. ഇതുവരെ ഒരു പ്രശ്നമോ അമ്മയ്ക്ക് പിന്നെ മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ അന്ന് തൊട്ട് അപ്പോൾ അമ്മ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചു, മരുന്ന് കഴിക്കണോ മോനെ, ഇനി മരുന്ന് കഴിക്കും. ഞാൻ വേണ്ട അമ്മ, ഇനി മരുന്ന് കഴിക്കണ്ട. കാര്യം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷക്കാട്ട് കാൾ വേറെ ഒന്നും നമുക്ക് ഇനി ഇല്ല. അതിനെക്കാട്ടും വലിയൊരു മരുന്ന് ഈ ലോകത്തില്ല. അതുകൊണ്ട് അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട, ഇന്ന് തൊട്ട് നമുക്ക് ആ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തൊട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് വരെ ആ മെഡിസിൻ കഴിച്ചിട്ടില്ല. ഇപ്പം മെഡിസിനൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകണം. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണു. ഇതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോ ഇപ്പം ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നു ഒരിക്കലും ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഉണ്ടാവില്ലായിരുന്നു. കാര്യം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഏറിപ്പോയ 1 മാസം പോലും സാധിക്കില്ല. പക്ഷെ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇന്ന് ഞങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് ഈശോപ്പയും ഞങ്ങൾക്ക് തന്നതാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടവളാണ്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡിഗ്രി എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ബികോമിന് കമ്പ്യൂട്ടറാണ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കോർപ്പറേഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി എക്സാമിന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം കോളേജിൽ പോയി ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പം എന്നെ കോളേജിൽ നിന്ന് അവരൊന്നും പറഞ്ഞു വിട്ടില്ല, വേറെ എന്തെങ്കിലും വേണോ ഒന്നും പറഞ്ഞു വിട്ടില്ല. ഹോൾ ടിക്കറ്റ് വെറുതെ തന്നു വിടുക ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് 1:30-ക്കാണ് എനിക്ക് എക്സാം. ഞാൻ ഒരു 12:30 ആയപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോൾ ടിക്കറ്റ് നോക്കി റൂം നമ്പർ നോക്കുകയാണ്, ഏത് റൂമിലാണ് എനിക്ക് ഇരിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി. ഞാൻ ആ ബോർഡിൽ ഉള്ള നമ്പറും എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുമായിട്ട് ഇങ്ങനെ ഒത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ഹോൾ ടിക്കറ്റിൽ എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഫോട്ടോയും അതുപോലെ ഫോട്ടോയുടെ മേളിൽ ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, ഗവൺമെൻറ് സ്റ്റാഫ് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സമയം 12:30 ആയി. എനിക്ക് 1:30-ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വെപ്രാളമായി. ഞാൻ വേറെ കുട്ടികളുടെയൊക്കെ നോക്കുക, എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മാത്രമേ ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഓഫീസിലോട്ട് ഓടിച്ചെന്നു. ഞാൻ അവിടെ പോയി അവിടുത്തെ സാറിനോട് ചോദിച്ചു, പ്രിൻസിപ്പളോട് ചോദിച്ചു, ഇന്ന പോലെ ഫോട്ടോയും ഇതും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, അതുപോലെ അറ്റസ്റ്റും ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തിൽ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ വളരെ പ്രതീക്ഷയോടെ എക്സാം എഴുതില്ല, തയ്യാറെടുപ്പോടെ പോയതാണ്. പെട്ടെന്ന് എനിക്കിത് കേട്ടപ്പോൾ, കാര്യം സമയമില്ല, എൻ്റെ മുമ്പിൽ 1:30-ക്ക് എക്സാമാണ്, ആകെ കുറച്ച് സമയത്തിനുള്ളിൽ ഫോട്ടോ കയ്യിലില്ല, ഫോട്ടോ എടുക്കണം, പോയി എടുത്തിട്ടേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിറച്ച് കോളേജിൻ്റെ ഗേറ്റിൻ്റെ വാതിക്കെ നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ പോണ സ്ഥലത്തേക്ക് ബസ് കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒറ്റ ബസ് വരണില്ല, ആ വഴി അങ്ങനെ ബസ് റൂട്ടുള്ളതല്ല. കുറേ നേരം ഒരു 5-10 മിനിറ്റ് അടുത്ത് ഞാൻ നിന്നു അവിടെ തന്നെ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നീ അതിന് കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വേഗം ആ ഓട്ടോറിക്ഷ കൈ കാണിച്ച് ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി ഇങ്ങനെ വിറച്ച് നിൽക്കണ്ടപ്പോൾ എന്ത് പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാം 1:30-ക്ക് സ്റ്റാർട്ട് ചെയ്യും, ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, അറ്റസ്റ്റ് ചെയ്യിച്ചിട്ടില്ല, ഇത് ചെയ്യാതെ എക്സാം എഴുതിക്കില്ല എന്നവർ പറഞ്ഞപ്പോൾ മോള് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കയറി. ആ ചേട്ടൻ എന്നെ ഒരു സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി വേഗം ഞാൻ ഫോട്ടോ എടുത്തു. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് 4 ഫോട്ടോ വേഗം എടുത്ത് തന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ. കാര്യം ഞാൻ ആകെ ബസ് കാശ് മാത്രം കയ്യെ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിലെ ആൾ പറഞ്ഞു, പിന്നെ തന്നാൽ മതി. ആ ചേട്ടനും എനിക്ക് അവിടെയും അമ്മ അനുഗ്രഹം തന്നു. പിന്നെ തന്നാൽ മതി മോൾ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നേരെ പോയതൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് അറ്റസ്റ്റും ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് ആ ഓട്ടോറിക്ഷയെ തന്നെ ആ ചേട്ടൻ തന്നെ എന്നെ തിരിച്ച് കോളേജിൻ്റെ വാതിക്കൽ 1:15 മുമ്പായിട്ട് എന്നെ എക്സാം ഹാളിൽ മുമ്പിൽ കൊണ്ട് നിർത്തി.
എന്താ പറയേണ്ടത് എനിക്ക്. ഞാൻ ആ എക്സാം എഴുതാതെ തിരിച്ചു സന്തോഷത്തോടുകൂടി ഞാൻ എക്സാം എഴുതി. ഒരിക്കലും ആ എക്സാം എഴുതാതെ തിരിച്ചു പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം 1:30 മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം ബസ് വാഹനങ്ങളൊന്നും വരാത്തൊരു റൂട്ടാണ്. കുറേ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടാണെങ്കിൽ ഒരു ബസ്സൊക്കെ വരണം. ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. അതെൻ്റെ അമ്മ മാതാവ് ഓട്ടോറിക്ഷക്കാരൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അമ്മ എന്നെക്കാളും കൂടുതൽ എനിക്ക് എന്താ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ വന്ന് ചെയ്തെന്ന് ഞാൻ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ അന്ന് ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നു. ആ എക്സാം ഞാൻ ഒരിക്കലും എഴുതില്ലായിരുന്നു. അതെൻ്റെ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഡ്രെയിനേജിൻ്റെ പൈപ്പ് റോട്ടിൽ, അതായത് ആൾക്കാരൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് സൈഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ പൈപ്പ് കാനയിലോട്ട്. അപ്പോൾ അതൊരു വട്ടം ബ്ലോക്കായിട്ട് നമ്മുടെ വെള്ളമൊക്കെ റോട്ടിൽ ഇങ്ങനെ റോട്ടിലോട്ട് ഒഴുകുന്ന കണ്ട ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പൈപ്പാണെന്ന് തോന്നുന്നു പൊട്ടിയിട്ടിരിക്കുന്നത്, ഭയങ്കര സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് വഴിയിലൊക്കെ നടക്കണ്ടേ, നിങ്ങളത് എത്രയും വേഗം ശരിയാക്കണം, ഡ്രെയിനേജിൻ്റെ ഇത് ശരിയാക്കണം, പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു നമ്മുടെ പൈപ്പാണ് പൊട്ടിയേ. ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത് നമ്മുടെ വീട്ടിലെ പൈപ്പാണ് പൊട്ടിയെന്ന്. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ പോലെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഡ്രെയിനേജിൻ്റെ പൈപ്പ് ആയതുകൊണ്ടോ എന്തോ, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ സാങ്ഷനൊക്കെ വേണം ഇത് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആരും അതിന് മുന്നിട്ട് വന്നില്ല ചെയ്യാനായിട്ട്. അങ്ങനെ അമ്മമാതിനോട് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളപ്പോൾ അന്ന് തലേ ദിവസം രാത്രി ഞങ്ങളവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ തന്നെ ഇത് ശരിയാക്കണം. കാര്യം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ്, നമ്മുടെ പൈപ്പ് വഴി നടക്കാൻ പറ്റുള്ള, വഴിയിൽ ഇരിക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പോൾ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിറ്റേ ദിവസം ഒരു ചേട്ടൻ നമ്മുടെ ഇത് ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ, കാര്യം ആ ചേട്ടന് പേടിയൊന്നും അല്ല, എല്ലാവരോടും ചോദിച്ചിട്ട് അവർ മുനിസിപ്പാലിറ്റി അവർ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴിമാറി. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ടും മുന്നിട്ട് വന്ന് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൽ വലിയൊരു കരിങ്കല്ല് ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു ആ പൈപ്പിനകത്ത്. അത് വന്ന് ബ്ലോക്കായതാണ്. ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ആ കല്ലെടുത്ത് കളഞ്ഞു. അങ്ങനെ പിന്നീട് ഇന്ന് വരെ ആ ഒരു ബ്ലോക്കോ ഒന്നും വന്നിട്ടില്ല. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചതാണ്. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ ഒത്തിരി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എന്ന് ഞങ്ങളുടെ കയ്യെ കിട്ടി. അന്ന് തൊട്ട് അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രം, എന്ത് വിഷമം പറയാനും അമ്മ ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കൈ പിടിച്ച് അമ്മ നടത്തുന്നുണ്ട്. ഞങ്ങളെ ഓരോ ദിവസവും അമ്മയെ വിളിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ ജന്മം മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ തിരിച്ചു തന്നതിന് 1000 നന്ദി, 1 കോടി നന്ദി, 1000 നന്ദി പറയുന്നു അമ്മയെടുത്ത്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 2 വാക്ക് നന്ദി പറയാനായിട്ട്. എൻ്റെ അസുഖം എൻ്റെ മാതാവ് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും ഇരുന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഇല്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്. എനിക്ക് തുപ്പലിറക്കി തന്നതിനും, എനിക്ക് വെള്ളം കുടിപ്പിച്ചു തന്നതിനും, എനിക്ക് ഭക്ഷണമൊക്കെ ഇറക്കി തന്നതിനും, എൻ്റെ ഗുളിക നിർത്തി തന്നതിനും എൻ്റെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എന്നും എൻ്റെ അമ്മേനെ മരണം വരെ എൻ്റെ അമ്മേനെ തൊഴുത് അമ്മയോട് പ്രാർത്ഥന, ഈ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ജീവിതത്തിൽ. അതെന്നും സാധിച്ചു തരുന്നു അമ്മേ, അത് മാത്രം എനിക്ക് സാധിച്ചു തരണേന്ന് എന്നും എൻ്റെ പ്രാർത്ഥന. എൻ്റെ പേര് ലേഖ, ഞാൻ അനീത്തിയാണ്. എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ ഞാൻ നിയോഗം സമർപ്പിച്ചിരുന്നു. അപ്പം ഇത്രയും എൻ്റെ അമ്മയുടെ രോഗം മാറി, ഗുളിയൊക്കെ നിർത്തി, ഇപ്പോൾ ആഹാരം നല്ലപോലെ കഴിക്കാൻ പറ്റുന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് അമ്മയുടെ പത്രം വീടുകളിൽ കയറി ഇറങ്ങിയാണ് കൊടുക്കാറുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡുകളിലൊന്നും അങ്ങനെ കൊടുക്കാനും ഒരുപാട് പേര് ഇങ്ങനെ ചവിട്ടി അങ്ങനെയൊക്കെ കയ്യെ കിട്ടണ സമയം അവരൊന്നും വായിക്കാൻ പോലും ചിലവർ കൂട്ടാക്കാതെ അങ്ങനെ ചവിട്ടിയ രീതിയിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും, കാര്യം അത് വായിക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് ഞാനത് ചിലപ്പോഴൊക്കെ എടുത്ത് വന്ന് എവിടെയെങ്കിലും ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ ഞാനത് കാരണം വീടുകളിൽ കയറി ചെന്ന് അവരുടെ കൈകളിൽ കൊടുത്തിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. എൻ്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം കൊടുക്കാറ്. പിന്നെ അതുപോലെ ആരും എൻ്റെ കയ്യിൽ
കൈ നീട്ടിയാലും എൻ്റെ കയ്യിലുള്ള പോലെ ആ സമയത്തുള്ള പോലെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എന്താണോ അന്നേരം ഉള്ളത് അതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മനസ്സ് തന്നെ വല്ലാതെ ഞങ്ങളുടെ ഒരു നേറിയ മനസ്സായിരുന്നു. എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യം. എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ അമ്മയുടെ അസുഖം തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഈ അസുഖം കണ്ടാണ് ഇന്നോളം വരെ വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം എല്ലാവരും നയിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അമ്മയുടെ ഈ ഒരു രോഗം മാറിയ പിന്നെയാണ് ഇപ്പോഴാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ആത്മീയമായി ഒരുപാട് വളരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഇന്നിപ്പോൾ എൻ്റെ അമ്മയുടെ ഉമിനീര് ഇറക്കുന്നത്. അച്ഛനൊരാപത്തും വരരുതേ, അച്ഛൻ്റെ കാലിന് മുള്ളുപോലും കൊള്ളരുതേ എന്ന് എപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. കാര്യം ഇനിയും അനേകായിരം മക്കൾക്ക് അച്ഛൻ്റെ കൈവപ്പിലൂടെ ഇനിയും ഒരുപാട് മക്കൾ ഉയർത്തെഴുന്നേറ്റ് വരാനുണ്ട്. അതുകൊണ്ട് അച്ഛനെന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ എന്നും അമ്മ മാതാവിനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കും.